അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1485, സൂറത്തുൽ ഇസ്രാ 9 മുതൽ 11 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إن هذا القرآن നിശ്ചയം ഈ വിശുദ്ധ ഖുർആൻ യഹ്ദി അത് വഴി കാണിക്കുന്നു ലില്ലത്തി ഹിയ അഖ്വം ഏറ്റവും ശരിയായ ഒരു വിഷയത്തിലേക്ക്. വയുബശ്ശിറുൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് ആ ഗ്രന്ഥം സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അല്ലദീന യഅമലൂന സ്സാലിഹാത്തി സുകൃതങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് അന്നലഹും അജ്റൻ കബീറ നിശ്ചയം അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾക്ക് ആ ഖുർആൻ വിവരം നൽകുന്നു. അഅ്തദ്നാ ലഹും അദാബൻ അലീമ അവർക്ക് നാം വേദനാജനകമായ ശിക്ഷ തയ്യാർ ചെയ്തിട്ടുണ്ടെന്നും ആ ഖുർആൻ വിവരം നൽകുന്നു. വയദ്ഉൽ ഇൻസാനു ബിശ്ശർരി തിന്മ കൊണ്ട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ദുആഅഹു ബിൽ ഖൈരി നന്മ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ. വകാനൽ ഇൻസാനു അജൂല മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്നവനായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ഇതുവരെയുള്ള സൂക്തങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ എന്ന പ്രത്യേകത നൽകിയതിനെ സംബന്ധിച്ചു, മൂസാ അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകിയതിനെ സംബന്ധിച്ചു, ആ തൗറാത്ത് അല്ലെങ്കിൽ മൂസാ അലൈഹിസ്സലാം ഇസ്രായേലികൾക്ക് മാർഗദർശനമാണ് എന്നതിനെ സംബന്ധിച്ചു, സത്യനിഷേധത്തിന്റേതായിട്ടുള്ള സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ടു പോയ ഇസ്രായേലികൾക്ക് അള്ളാഹു കടുത്ത ശിക്ഷകൾ നൽകാൻ വേണ്ടിയുള്ള ശത്രുക്കളെ ഏർപ്പാടാക്കി എന്നത് സംബന്ധിച്ചുമൊക്കെ നേരത്തെ സൂചിപ്പിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ആ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി? മുൻകാലത്ത് വന്ന എല്ലാ ഇലാഹി ഗ്രന്ഥങ്ങളുടെയും സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ അതാതു കാലഘട്ടങ്ങളിലും ഒരു വിഭാഗത്തിലേക്കുമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ആ ഗ്രന്ഥങ്ങളുടെ എല്ലാം സമയം അവസാനിച്ചു. ഇനി എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ കാലത്തും നിലനിൽപ്പുള്ള ആശയങ്ങളുടെ സന്ദേശം അതുമായിട്ട് വന്നിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഏറ്റവും ശരിയായ, ഏറ്റവും നേരായ, നീതിപരമായിട്ടുള്ള റൂട്ടിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മഹുല്ലാ അവിടുത്തെ അൽ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാമത്തുൽ നൈസാബൂരി റഹിമഹുല്ലാ ഖറായിബുൽ ഖുർആനിൽ രേഖപ്പെടുത്തുന്നത് തന്റെ ശ്രേഷ്ഠന്മാരായ അടിമകൾ മൂസാ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ, മൂസാ അലൈഹിസ്സലാമിനെ പോലെ, അതേപോലെ തന്നെ ദോഷികളായ ഇസ്രായേലികളിലെ അധിക ആളുകൾക്കും അല്ലാഹു തആല നേരത്തെ ചെയ്തു കൊടുത്ത ശിക്ഷകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു നേരത്തെ വിശദീകരിച്ചല്ലോ. ആ വിശദീകരണത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് നന്മകൾ ലഭിക്കുമെന്നും ധിക്കാരവും തെറ്റുകുറ്റങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് വിവരം നൽകി. അത് നൽകിയപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്
ജനത്തിന് ശരിയായ റൂട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനം നൽകുന്ന മഹത്തായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ താൽപര്യവും ആ ഗ്രന്ഥത്തിന്റെ സ്പിരിറ്റും അനുസരിച്ച് ജീവിക്കാൻ ആളുകൾ തയ്യാറായാൽ അവർ വിജയിച്ചു മുന്നോട്ട് പോകാനുള്ള അവസരം അവർക്ക് ഒരുക്കപ്പെടുകയാണ് ചെയ്യുക എന്നും, എന്നാൽ ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു തള്ളുകയാണെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് കടുത്ത ദുരിതങ്ങളും കടുത്ത ശിക്ഷയുമാണ് എന്നും അല്ലാഹു തആല താക്കീത് നൽകുന്നതും സന്തോഷവാർത്ത അറിയിക്കുന്നതുമാണ് ഇവിടെ കാണുന്നത് എന്ന് ഖറായിബുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അല്ലാമ നൈസാബൂരി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നോക്കൂ, ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുകയാണ്, അതിന്റെ പ്രശംസ പറയുകയാണ്. ഇബ്നു കസീർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയതുപോലെ യംദഹുല്ലാഹു തആല കിതാബഹുൽ അസീസ്, ഏറ്റവും പ്രൗഢമായിട്ടുള്ള തന്റെ ഗ്രന്ഥത്തെ അല്ലാഹു പ്രശംസിക്കുന്നു. അല്ലദീ അൻസലഹു അലാ റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയാണ്. എങ്ങനെ? ബി അന്നഹു യഹ്ദീ ലി അഖ്വമി തുറുഖി വ ഔളഹിസ് സുബുൽ, ഏറ്റവും വ്യക്തമായ റൂട്ട്, അതേപോലെ തന്നെ ശരിയായ വഴി, ആ വഴിയിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ആ ഖുർആനിന്റെ താൽപര്യമനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷവാർത്തയും പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന സന്തോഷവാർത്തയും അല്ലാഹു അറിയിക്കുന്നു. ഇവിടെ നിഷേധികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന അർത്ഥത്തിലും അല്ല. വിശ്വാസികൾക്ക് തന്നെ രണ്ടു സന്തോഷവാർത്ത. ഒന്ന്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നും, എന്നാൽ നിങ്ങളെ എതിർക്കാനും നിങ്ങളെ കണ്ണീരുടിപ്പിക്കാനും ഒക്കെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവാക്കിയിട്ടുള്ള നിഷേധികൾ, ആ നിഷേധികളെ കാത്തിരിക്കുന്നത് കടുത്ത തിരിച്ചടിയാണ് എന്നും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. കാരണം വിശ്വാസികൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവിക്കുമ്പോ, നിലക്കൊള്ളുമ്പോ, നേരത്തെയൊക്കെ ആ വിശ്വാസികൾ വിശ്വാസിയായതിന്റെ പേരിൽ തന്നെ ധാരാളം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടനവധി ദുരിതങ്ങളുടെ കയ്പുനീര് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ദുരിതങ്ങളൊക്കെ അവർക്ക് സമ്മാനിച്ച നിഷേധികളാകുന്ന ധിക്കാരികൾ, അവർക്ക് ഇതിലൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷ അല്ലാഹു തആല നൽകുന്നുണ്ട് എന്ന് കേൾക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണല്ലോ. അപ്പൊ രണ്ടു രൂപത്തിലാണ് ഇവിടെ നിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത. ഒന്ന്, അവരോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തന്നെ രണ്ട് സന്തോഷ വാർത്തയും, നന്നായി ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നതും അല്ലാത്തവർക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ള രണ്ടു സന്തോഷ വാർത്തയും അവർക്കാണ് നൽകുന്നത് എന്നും ഇവിടെ വ്യാഖ്യാനമുണ്ടെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിട്ടുള്ള സൂക്തങ്ങളുടെ ചുരുക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്ന ഹാദൽ ഖുർആന, ഈ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും സ്ട്രൈറ്റായ നേരായ നീതിപരമായിട്ടുള്ള വഴിയിലേക്ക്, ഏറ്റക്കുറച്ചിലുകളില്ലാത്ത, അത് കുറച്ച് കൂടിപ്പോയി എന്നോ അല്ലെങ്കിൽ ഇതിലേശം കുറഞ്ഞുപോയി എന്നോ പറയേണ്ടതില്ലാത്ത വിധം ഏറ്റവും ശരിയായ വഴി, ആ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ശരിയുടെ റൂട്ട് ഖുർആൻ കാണിച്ചു തരുമ്പോൾ ആ ഖുർആനിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർബന്ധ ബുദ്ധി ആര് കാണിക്കണം? മനുഷ്യൻ കാണിക്കണം. അതിനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുന്നതിന് പകരം അവൻ ധിക്കാരത്തിന്റെ ശൈലിയും സമീപനവും സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അവനെ കാത്തിരിക്കുന്നത് കടുത്ത തിന്മയായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ തൗറാത്തും ഇഞ്ചീലും അടക്കമുള്ള ദൈവീയ ഗ്രന്ഥങ്ങളൊക്കെ അതൊക്കെ ദൈവീയ ഗ്രന്ഥങ്ങൾ തന്നെയല്ലേ? ഖുർആൻ മാത്രമാണോ ശരിയായ റൂട്ടിലേക്ക് നയിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എന്നാൽ ഖുർആൻ വരുന്നതോടുകൂടെ മറ്റു ഗ്രന്ഥങ്ങളുടെ എല്ലാം കാലാവധി അവസാനിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. കാരണം അവകൾക്കൊരു നിശ്ചിത സമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന പണിയോ അല്ലെങ്കിൽ നിശ്ചിത കാലത്തേക്ക് പ്രാക്ടിക്കലാക്കേണ്ടതായിട്ടുള്ള തിയറികളുടെ സമാഹാരമോ ഒക്കെയാണ് അതിലുണ്ടായിരുന്നത്. അതെല്ലാ കാലത്തേക്കും പ്രസക്തമായ വിധത്തിലുള്ള ഒരു സംവിധാനമല്ല അള്ളാഹു അതിലൊരുക്കിയത്. അതിനൊരു നിശ്ചിത കാലാവധി അള്ളാഹു തലവെച്ചു. ആ കാലാവധി കഴിഞ്ഞ് വീണ്ടും അത് തന്നെ എടുത്തിട്ട് ഞങ്ങൾ നടപ്പാക്കിക്കോളാം എന്നാരെങ്കിലും പറഞ്ഞാൽ അവർ അക്രമികളായിരിക്കും. തൗറാത്ത് നിലനിന്ന കാലഘട്ടം മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ വരുന്നതുവരെ
ആ തൗറാത്തിന്റെ ശരിയായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചവർ വിശ്വാസികളാണ്, സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ ആ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങൾ പറയുന്നത് കൂടി അനുസരിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണല്ലോ തൗറാത്ത് തന്നെയും അവർക്ക് നൽകുന്നത്. തൗറാത്തിലുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അത് എല്ലാ കാലത്തേക്കുമുള്ള ശരിയായിരിക്കണമെന്നില്ല. എല്ലാ കാലത്തേക്കുമുള്ള ശരി എന്ന് പറഞ്ഞാൽ ഇനി അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യന് ഒരിക്കലും തന്നെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും വികസിക്കുന്ന വിജ്ഞാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും വിധത്തിൽ സമൂഹത്തിന് സുതാര്യമായ സന്ദേശങ്ങൾ കൈമാറുന്ന ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു ത്രികാലജ്ഞാനിയാണ്. ഭാവി, ഭൂതം, വർത്തമാനം ഇതിലെല്ലാം എന്തൊക്കെ നടന്നു, ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു, ഇപ്പോഴെന്തൊക്കെ നടക്കുന്നു, ഇത് മൂന്നും കൃത്യമായിട്ട് അറിയുന്ന നാഥനാണ് അല്ലാഹു. ആ അല്ലാഹു തആല ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന സമൂഹത്തിന്റെ വികാസത്തിനനുസരിച്ച് അതാതു കാലത്തേക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന തിയറികളും പോളിസികളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അപ്പൊ തൗറാത്ത് വന്നൊരു ഘട്ടം, ആ ഘട്ടത്തിൽ അതിന്റെ നിയമങ്ങൾ ശരിക്കും പ്രാപ്തമാണ്. എന്നാൽ കുറച്ചുകൂടി സമൂഹം ബുദ്ധിപരമായി വളരുകയും അവരുടെ ജീവിത നിലപാടിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരികയും ചെയ്താൽ ആ വരുന്ന മാറ്റത്തെ അഡ്രസ് ചെയ്യാൻ കൂടി പറ്റും വിധത്തിൽ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് വാസ്തവത്തിൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി ഇപ്പോഴും അപ്ഡേഷൻ വേണ്ടേ എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം ഇനി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സമൂഹത്തിനെ ബാധിക്കുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം തന്നെ അഡ്രസ് ചെയ്യുന്ന വിധത്തിലും അതിനെല്ലാമുള്ള സൊല്യൂഷൻ നിർദ്ദേശിക്കുന്ന രീതിയിലും തന്നെയാണ് അല്ലാഹു തആല ഖുർആനിന്റെ സെറ്റപ്പ് സംവിധാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു ഗ്രന്ഥം വരാനില്ല, മറ്റൊരു പ്രവാചകരും വരാനില്ല. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാം വന്നപ്പോൾ മൂസാ അലൈഹി ഇസ്ലാം മുത്തുനബിയെ കുറിച്ച് ഗുഡ് ന്യൂസ് നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക്. ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകർ വരാനുണ്ട്, ആ പ്രവാചകർ വരുമ്പോൾ നിങ്ങൾ ആ പ്രവാചകരുടെ കൂടെ കൂടണം, ആ പ്രവാചകർക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളൊക്കെ അതാത് സമൂഹങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് നബിതങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്, ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവുമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന് ഇനി ഒരു അപ്ഡേഷൻ വരാനില്ല, അല്ലെങ്കിൽ ഒരു പരിഷ്കർത്താവ് പ്രവാചകർ എന്ന നിലയ്ക്ക് ഇനി വരാനില്ല. മറിച്ച് മുമ്പ് അങ്ങനെയുള്ള സ്ഥിതി, തൗറാത്തിന് അപ്ഡേഷൻ വരേണ്ടതുണ്ടായിരുന്നു. അത് ഖുർആൻ കൊണ്ട് അല്ലാഹു തആല പ്രാക്ടിക്കലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ വസ്തുത തിരിച്ചറിഞ്ഞാൽ തൗറാത്തിന്റെ ശരിയായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ തന്നെ ഖുർആൻ വരുന്നതോടുകൂടെ ഖുർആനിനെയും കൂടെ സ്വീകരിക്കാൻ ബാധ്യതയുള്ളവനും കടമപ്പെട്ടവനുമാണ്. തൗറാത്തിനെ നിരാകരിക്കുകയല്ല, മറിച്ച് തൗറാത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവൻ ഖുർആനിനെ കൂടെ സ്വീകരിച്ചേ പറ്റൂ. നമ്മളും തൗറാത്തിനെ തള്ളിക്കളയുന്നില്ല, തൗറാത്തിനെ അവിശ്വസിക്കുന്നില്ല, മറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നും അതെല്ലാം സത്യമാണെന്നും വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ ഇന്ന് തൗറാത്തിന്റെ പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൂടല്ലോ. മറിച്ച് ഇന്ന് ഫോളോ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഖുർആനിന്റെ സന്ദേശങ്ങളാണ്. ആ തൗറാത്തിൽ വന്നിട്ടുള്ള നിയമങ്ങൾ അതാതു കാലത്തേക്ക് ഫിറ്റായിരിക്കും ആയിരുന്നു. അതേസമയത്ത് എല്ലാ കാലത്തേക്കും ഫിറ്റായിട്ടുള്ള, എല്ലാ കാലത്തെയും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന യുക്തിയുക്തമായിട്ടുള്ള നിലപാടുകളാണ് ഖുർആൻ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ വരുന്നതോടുകൂടെ ഖുർആനിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഖുർആനിനെ ഉൾക്കൊണ്ടവർ മറ്റു ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയുകയുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി പറയുന്നുണ്ട് ഖുർആനിൽ. മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെ സത്യമാക്കിക്കൊണ്ടാണ് ആരുടെ വരവ്? റസൂലുള്ളാഹിന്റെ വരവ്. അതുകൊണ്ട് തൗറാത്തിനെ ഇസ്ലാം നിരാകരിക്കില്ല, ഇഞ്ചീലിനെ ഇസ്ലാം നിരാകരിക്കില്ല, സബൂറിനെ ഇസ്ലാം നിഷേധിക്കില്ല. മറിച്ച് അതെല്ലാം സത്യമാണെന്ന് ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമുകൾ വിശ്വസിക്കും. പക്ഷെ ഇപ്പോൾ അവർ നടപ്പാക്കേണ്ട നിയമങ്ങൾ ഖുർആനിന്റെ പോളിസിയാണ് എന്ന് മാത്രം. മനസ്സിലായോ? അപ്പൊ അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഈ ഖുർആനിന്റെ മഹത്വം അത് ഏറ്റവും സ്ട്രൈറ്റ് വേയിലേക്ക് സമൂഹത്തിനെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ താല്പര്യത്തിനനുസരിച്ച്, ഖുർആനിന്റെ ഉത്ബോധനങ്ങളുടെ സ്പിരിറ്റിനനുസരിച്ച്
ജീവിതം ക്രമീകരിക്കുക എന്നത് മനുഷ്യന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ ഏറ്റവും നേരായ വഴിയിലേക്ക് മാർഗം കാണിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു എന്തുകൂടി പറയുന്നത്, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സുകൃതങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് ഈ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നുമുണ്ട്. അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന്. ആ പ്രതിഫലം എത്രയാണെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആയത്തുൽ ഇബാദി, എനിക്ക് അടിമപ്പണിയെടുത്ത മഹാരഥന്മാരായ ആളുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശരിയാവണ്ണം ജീവിതത്തിൽ പുലർത്തി ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടുള്ള വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് നാം തയ്യാർ ചെയ്തിരിക്കുന്നു മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണിനും കാണാനോ ഒരു കാതിനും കേൾക്കാനോ ഒരു മനുഷ്യന്റെയും മനസ്സിൽ ഉദിക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത അത്രയും ഫെസിലിറ്റീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ അടിമകൾക്ക് ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പറയാം. അപ്പൊ വലിയ കൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർണ്ണനക്കതീതമായിട്ടുള്ള കൂലി എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ കണ്ടില്ലേ, ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് ഇമാം സാബി തങ്ങൾ പറഞ്ഞത് കാണാം. അന്നലഹും അജ്റൻ കബീറ എന്ന് പറഞ്ഞിടത്ത് ലാ യഅലമു ഖദറഹു ഗൈറുഹു തആല, എത്രയാണ് ആ കൂലി എന്നത് അതൊരിക്കലും തന്നെ അതിന്റെ തോതും കണക്കൊന്നും അല്ലാത്ത ആർക്കും അറിയില്ല. അത്രയും വലിയതാണത്. വഹാദൽ അജ്റു സാബിത്തുൽ ലിമൻ അമില സ്വാലിഹാത്തി വഇല്ലം യകുൻ ഹാഫിളൻ ലി അൽഫാദിൽ ഖുർആനി ബലിൽ മദാറു അല ഇംതിസാലിൽ അവാമിരി വജ്തിനാബിൻ നവാഹി. ഖുർആനിന്റെ വാക്യങ്ങൾ മനഃപ്പാഠമാക്കാത്ത ആളാണെങ്കിലും ഖുർആനിന്റെ നിയമങ്ങൾ നടപ്പാക്കി ജീവിച്ചു, കൽപ്പനകളൊക്കെ സ്വീകരിച്ചും വിരോധങ്ങൾ കൈയൊഴിച്ചും ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു തആല ഈ കൂലി പ്രദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനഇമാം സാബി തങ്ങൾ പറഞ്ഞ മറ്റൊരു സംഗതി കാണാം. ഫമൻ തമസ്സക ബിഹി നജാ വമൻ ഹാദ അൻഹു ഹലക്. ഖുർആൻ മുറുകെ പിടിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അതേസമയത്ത് ഖുർആനിന്റെ താൽപര്യത്തിൽ നിന്ന് വഴുതിപ്പോയാൽ അവൻ നാശമടഞ്ഞു എന്ന്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ നന്നായി മനസ്സിലാക്കുകയും ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്താനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുകയും വേണം. സത്യവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങളൊന്നും വൃഥാവിലാക്കില്ല, അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. എന്നാൽ ഖുർആൻ ഒരു കാര്യവും കൂടെ പറയുന്നു, എന്ത്? അന്നല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറത്തി അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. അന്നല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറ, പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, അവർക്ക് വേദനാജനകമായ ശിക്ഷ നാം തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഖുർആൻ നമുക്ക് വിവരം തരുന്നു. ഇവിടെ രണ്ട് രൂപത്തിലാണ് അർത്ഥമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഈ ഖുർആൻ വിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു, അവിശ്വാസികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്നും സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഖുർആൻ ജനങ്ങൾക്ക് സന്തോഷവാർത്ത, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു, അവിശ്വാസികൾക്ക് വേദനാജനക ശിക്ഷയുണ്ടെന്ന് അല്ലാഹു അറിയിക്കുകയും ചെയ്യുന്നു എന്ന രണ്ട് രൂപത്തിലും ഇവിടെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവം പറയാണ്. സ്വഭാവം എന്നല്ല, ദുസ്വഭാവം പറയാണ്. എന്ത്? വയദ്ഉൽ ഇൻസാനു ബിശ്ശർരി, മനുഷ്യൻ തിന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ ശരിയായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞപ്പോ ഖുർആനിന്റെ നിയമങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് മനുഷ്യൻ വേണ്ടത് എന്ന് ഉണർത്തിയപ്പോ, എന്നാൽ കുറെ മനുഷ്യന്മാർ അതൊന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും ചിന്തിക്കാതെ ഒരു ഗുണമില്ലാത്ത പല സ്വഭാവങ്ങളും പല ആക്ടിവിറ്റീസുമായിട്ട് നടക്കുന്നുണ്ട്. അത് ഖുർആനിന്റെ താല്പര്യം അംഗീകരിക്കലല്ല, അതിനെ നിരാകരിക്കലാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലാഹു പറയാണ്, വയദ്ഉൽ ഇൻസാനു ബിശ്ശർരി, മനുഷ്യൻ തിന്മ കൊണ്ട് പ്രാർത്ഥിക്കും, ദുആഅഹു ബിൽ ഖൈരി, നന്മ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ. എനിക്ക് പടച്ചോനെ ഗുണം തരണം, രക്ഷ തരണം എന്നൊക്കെ പറയുന്ന അതേപോലെ എന്നെ നശിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ആളെ നശിപ്പിക്കണം, അയാൾക്ക് ശാപം കൊടുക്കണം എന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടാവുമ്പോ, ഒരു ചെറിയ പ്രയാസം വരുമ്പോ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ അവനെതിരെയും അവന്റെ വേണ്ടപ്പെട്ടവർക്കെതിരെയും ഒക്കെ പ്രാർത്ഥന നടത്തും. മക്കളുടെ അടുത്ത് ഗുരുത്തക്കേട് പറ്റിയാൽ നീ ഒരിക്കലും ഗുണം പിടിക്കാതെ പോട്ടടാ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ നമ്മൾ കാണുന്നില്ലേ? ഒരിക്കലും അത്തരത്തിലൊരു പ്രാർത്ഥന നടത്തരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിർദ്ദേശം. കാരണം എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഏത് വാക്കാണ് അള്ളാഹു സ്വീകരിക്കാന്ന് അറിയില്ല, ഏത് സമയത്തെ പ്രയോഗങ്ങളാണ് അള്ളാഹു തആല കബൂൽ ചെയ്യാന്ന് അറിയില്ല. അപ്പൊ മക്കളോട് ദേഷ്യം വരുമ്പോൾ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ശപിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതെങ്ങാനും അള്ളാഹു കബൂൽ ചെയ്താൽ ആ കുട്ടി പിന്നെ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് നമുക്ക് എത്ര തന്നെ ദേഷ്യം വന്നാലും, ആരൊക്കെ നമ്മളോട് എത്ര മോശമായി പെരുമാറിയാലും, ആ പെരുമാറുന്നതിനനുസരിച്ച് അവർക്കെതിരെയുള്ള ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമായ ശാപപ്രാർത്ഥനകൾ നമ്മൾ നടത്തരുത്. മറിച്ച് നമ്മൾ എന്തു ചെയ്യണം? ബഹുമാനപ്പെട്ട ഇമാം സാബി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ ബലിൽ വാജിബു ഇമ്മത്ത ഫുവീലു അവിദ്ദുആഉ ലിൽസാലിമി ബിൽ ഹിദായത്തി വത്തൗഫീഖി ലിൽ ഖൈരി. ഒന്നുകിൽ പടച്ചോനെ നിനക്ക് ആ വിഷയത്തിൽ പറ്റിയത് എന്താണെങ്കിൽ ഖൈറായത് എന്താണ് ചെയ്യുമെന്ന് പറയാ, അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ല പ്രകോപനപരമായ സംഗതിയൊക്കെ ചെയ്യുന്ന, കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്കും നന്മയിലേക്കും എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് വിരുദ്ധമായി അവനെ നശിപ്പിക്കണമെന്നോ ഒരു തൽക്കാലത്തെ ദേഷ്യം കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയാം. എന്നാൽ അങ്ങനത്തെ തൽക്കാലത്തെ ദേഷ്യം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരാവാൻ പാടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചോ പറഞ്ഞു, യുഖ്ബിറു തആല അൻ അജലത്തിൽ ഇൻസാനി, മനുഷ്യന്റെ ധൃതിയെ സംബന്ധിച്ച്, എടുത്തുചാട്ടത്തെ സംബന്ധിച്ച്, അതേപോലെ ദുആഇഹി ഫി ബഅദിൽ അഹ്യാനി, ചില സമയത്തുള്ള അവന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, അലാ നഫ്സിഹി ഔ വലദിഹി ഔ മാലിഹി, തന്റെ സ്വന്തം ശരീരത്തിനെതിരെ തന്നെ ചിലപ്പോൾ പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ സന്താനങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കും, സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥിക്കും? ബിശ്ശരി, തിന്മ കൊണ്ട് പ്രാർത്ഥിക്കും. അതായത് ഐബിൽ മൗത്തി അവിൽ ഹലാക്കി, മരണം, അതേപോലെ തന്നെ നാശം, അതുപോലെ തന്നെ തകർച്ചുണ്ടാവുക, ശാപം വരിക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേണ്ടാത്ത സംഗതികളൊക്കെ ആളുകൾ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് ദ്വാർക്കും. വാസ്തവത്തിൽ ഫലവിസ്തജാബലഹു റബ്ബുഹു, അവന്റെ ആ പ്രാർത്ഥന അതിനെങ്ങാനും അള്ളാഹു ഉത്തരം ചെയ്താൽ ലഹലക ബിദുആഇഹി, അവന്റെ പ്രാർത്ഥന കാരണം അവൻ തന്നെ നശിക്കും. മനസ്സിലായോ? നമ്മളങ്ങനെ ദ്വാർന്നിട്ട് അത് അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ തന്നെയല്ലേ നശിക്കുക, അല്ലെ നമ്മളെ മക്കളല്ലേ നശിക്കുക. അതുകൊണ്ട് ഒരു ദേഷ്യം വരുമ്പോൾ, ഒരു പ്രകോപനം വരുമ്പോൾ എടുത്തു ചാടി നമ്മൾ നമുക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ഒന്നും നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്ന രീതി ശരിയല്ല. എന്താ കാരണം? ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാര് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന തിന്മകൾ, അത് അവർ നന്മ ആവശ്യപ്പെടുന്ന പോലെ തിന്മയും ആവശ്യപ്പെടും. പടച്ചോനെ അങ്ങനെ ഒന്ന് നശിപ്പിക്കുക, പെട്ടെന്ന് അവനെ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പറയണകാനും അള്ളാഹു തആല സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്താവും? അവരെത്രയും പെട്ടെന്ന് ഈ ലോകത്ത് തന്നെ കെട്ടുകെട്ടേണ്ട അവസ്ഥ വരുമായിരുന്നില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ലാ തദ്ഉ അലാ അൻഫുസികും വലാ അംവാലികും, നിങ്ങൾക്കെതിരെയോ നിങ്ങളുടെ സമ്പത്തിനെതിരെയോ നിങ്ങൾ ദ്വാർക്കരുത്. അൻ തുവാഫിഖു മിനല്ലാഹി സഅത ഇജാബത്തിൻ യസ്തജീബു ഫീഹാ, അല്ലാഹു തആല ഉത്തരം നൽകുന്ന ഏതെങ്കിലും ഒരു സമയവുമായി ഒരു പക്ഷേ നിങ്ങൾ ഏറ്റുമുട്ടിയേക്കും, അല്ലെങ്കിൽ യോജിച്ചു വന്നേക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു ദുആ നടത്തുന്ന നേരം അത് അള്ളാഹു നിങ്ങളുടെ എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യുന്ന സമയത്തായേക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തെ ദേഷ്യത്തിന് അങ്ങനെ ദ്വാരുന്നത് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും സംഗതി നടക്കണമെന്നൊന്നും ഉണ്ടാവില്ല. മറിച്ച് ആ ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ഒന്നാണ് പറഞ്ഞതായിരിക്കും. പക്ഷെ അത് അള്ളാഹു തആല അതിന് ഉത്തരം നൽകിയാൽ നിങ്ങളാകെ പെട്ടുപോകും. അത് ആ വിധത്തിലുള്ള ഒരു ദുസ്വഭാവം മനുഷ്യന് വരുന്നത് എന്തുകൊണ്ടാ? വൈന്നമായ അഹ്മിലുബിന ആദമ അലാ ദാലിക അജലതുഹു, അവന്റെ ധൃതി, എടുത്തുചാട്ടം, അതാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് അത്തരം എടുത്തുചാട്ടങ്ങൾ ഉണ്ടാകരുത്. വക്കാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ വല്ലാത്ത എടുത്തുചാട്ടക്കാരനാണ്, ധൃതി കാണിക്കുന്നവനാണ്. ആ സ്വഭാവം ശരിയല്ല. ഇന്നമൽ അജലത്തു മിന ശൈത്താൻ എന്നാണ്, പിശാചിൽ നിന്നാണ് ഈ ധൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം സ്വഭാവം നമ്മിലില്ലാതെ അവധാനതയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തുന്ന, നമുക്കൊരു ദേഷ്യം വന്നാലും ആ ദേഷ്യത്തിനനുസരിച്ച് വർത്തമാനം പറയാത്ത, ആ ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവണം. മറിച്ച് എടുത്തുചാട്ടത്തിന്റെ സ്വഭാവവും ശൈലിയും നമുക്ക് നാശമേ സമ്മാനിക്കൂ എന്ന ഏറ്റവും ഗൌരവതരമായിട്ടുള്ള ഒരു സതുപദേശമാണ് ഈ സൂക്തത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ സ്പിരിറ്റ് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്, അല്ലേ? നമുക്ക് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് കാണിച്ചു, നമുക്ക് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യം വന്ന ഈ പല രക്ഷിതാക്കളും എന്ത് പറയും? ഗുണം പിടിക്കില്ലടാ നീ, അല്ലെ നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോ പടച്ചോൻ എന്നെ നശിപ്പിച്ചേക്ക്, എന്നോട് മരിപ്പിച്ചേക്ക് എന്നൊക്കെ നമ്മൾ പറയണത് ഒക്കെ തൽക്കാലത്തേക്ക് പറയണതാണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടണം.
അതുകൊണ്ട് അവധാനതയോടുകൂടെ കാര്യങ്ങളെ ക്ഷമയോടുകൂടെ വീക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.